ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻ്റെ 16ാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ 3ാമത്തെ വീഡിയോ ആണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഹാച്ചിങ് ലൈൻസ് ആർ ഡ്രോൺ അറ്റ് ഡാഷ് ഡിഗ്രി ഓഫ് റെഫറൻസ് ലൈൻ. നമ്മൾ സാധാരണ ഡ്രോയിങ്ങിൽ അത് ഡ്രോയിങ് വരയ്ക്കുമ്പോൾ ഓട്ടോകാഡിലാണെങ്കിലും നമ്മൾ ഷീറ്റിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഡ്രോയിങ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? ഒബ്ജക്റ്റുകളെ ഹാച്ച് ചെയ്യും. ഈ ഹാച്ച് ചെയ്യുന്നതിൻ്റെ ആംഗിൾ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊരു വൺ വേർഡ് ആൻസർ ആണ്. നമ്മൾ ഹാച്ച് ചെയ്യുമ്പോൾ എപ്പോഴും 45 ഡിഗ്രിയിലാണ് എന്ത് ചെയ്യേണ്ടത്? ഹാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ആൻസർ ആണ്. അപ്പോൾ 45 ഡിഗ്രിയിലാണ് എന്ത് ചെയ്യുക? ഹാച്ച് ചെയ്യേണ്ടത്. സോ ദ ഹാച്ചിങ് ആംഗിൾ ഈസ് 45 ഡിഗ്രി ടു ദ റെഫറൻസ് ലൈൻ. രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ദ റേസ് ആർ അസ്യൂംഡ് ടു ബി. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ പ്രൊജക്ഷൻ റേസ്, അതായത് പ്രൊജക്റ്റ് ചെയ്യുന്ന റേ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ? നമ്മൾ സാധാരണയായി വരയ്ക്കുന്ന പ്രൊജക്ഷൻസ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, അതായത് പ്ലാന്, സെക്ഷന്, എലിവേഷൻ ഒക്കെ നമ്മൾ വരയ്ക്കുന്നത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിലാണ്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ എപ്പോഴും പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാരലൽ ലൈൻസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ നിന്നുള്ള പാരലൽ ലൈൻസ് നമ്മൾ എന്ത് ചെയ്യും? ഒരു പിക്ചർ പ്ലെയിനിലോട്ട് അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിലോട്ട് എന്ത് ചെയ്യും? നമ്മൾ പ്രൊജക്റ്റ് ചെയ്യും. അവിടെ കിട്ടുന്നത് എന്താണോ അതാണ് എന്ത്? നമ്മളുടെ പ്രൊജക്ഷൻ, ആ ഒബ്ജക്റ്റിന്റെ പ്രൊജക്ഷൻ. അപ്പോൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ എന്തുണ്ടാവും? പ്ലാനും സെക്ഷനും എലിവേഷനും ഒക്കെ ഉണ്ടാവും. സൈഡ് വ്യൂ ഒക്കെ എന്ത് ചെയ്യും? നമ്മളുടെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ പാരലൽ ലൈൻസ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രൊജക്ഷൻ റേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ വേറെയും പല പ്രൊജക്ഷൻസും ഉണ്ട്. ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഒബ്ലിക് പ്രൊജക്ഷൻ ആൻഡ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ഒക്കെ ഉണ്ട്. നമ്മൾ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനെ കുറിച്ച് ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഐസോമെട്രിക്കും ഒബ്ലിക്കും പെർസ്പെക്റ്റീവും ഒക്കെ എന്താണ്? 3D വ്യൂവിലാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇതിൽ ഡൈവേർജിങ് ഫ്രം എ സ്റ്റേഷൻ, കൺവേർജിങ് ഫ്രം എ സ്റ്റേഷൻ എന്നൊക്കെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഒബ്സർവറുടെ ഐയിൽ നിന്ന് റേസ് ഡൈവേർജ് ചെയ്ത് പോകുന്നത് പോലെ കൊടുക്കുന്നത് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിലാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഒബ്ജക്റ്റിൽ നിന്ന് പിക്ചർ പ്ലെയിനിലോട്ട് കൺവേർജ് ചെയ്യുന്ന പോലെയാണ് എന്ത് ചെയ്യുക? നമുക്ക് പ്രൊജക്ഷൻസ് കിട്ടുക പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിൽ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ പാരലൽ ലൈൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ആൻ ഒബ്ജക്ട് ലൈസ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ദ റെഫറൻസ് പ്ലെയിൻ വിൽ ബി. ഒരു ഒബ്ജക്റ്റ് തേർഡ് ക്വാഡ്രന്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ റെഫറൻസ് പ്ലെയിനെ അപേക്ഷിച്ച് അതിൻ്റെ പൊസിഷൻ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ക്വസ്റ്റ്യനിലുള്ള ഇത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ക്വാഡ്രന്റുകൾ ഉള്ളത്, ഓരോ ക്വാഡ്രന്റിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയാണ് റെഫറൻസ് പ്ലെയിനെ വെച്ചുകൊണ്ട് നമ്മൾ പറയുക എന്നുള്ളത് അല്ലേ. എന്നാലും ഒന്നും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് 4 ക്വാഡ്രന്റുകളാണുള്ളത്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ക്വാഡ്രന്റുകൾ എണ്ണേണ്ടത്. സോ ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാഡ്രന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഈ വ്യൂ പോലെയാണ് കാണുക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. പക്ഷെ ഒബ്സർവർ നിൽക്കേണ്ടത് എപ്പോഴും എന്താണ്? ഈ പൊസിഷനിലാണ്. ഒബ്സർവർ ഇവിടെ നിന്നിട്ടാണ് നോക്കുക. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്വാഡ്രന്റ് എപ്പോഴും നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ മുകളിലും വെർട്ടിക്കൽ പ്ലെയിൻ്റെ ഫ്രണ്ടിലും ആയിട്ടാണ് എന്ത് ചെയ്യുക? ഫസ്റ്റ് ക്വാഡ്രന്റിനെ പറയാം. സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ മുകളിലും വെർട്ടിക്കൽ പ്ലെയിൻ്റെ ബാക്കിലും ബിഹൈൻഡ് ആയിട്ടാണ് പറയുക. തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ താഴെയും വെർട്ടിക്കൽ പ്ലെയിൻ്റെ ബിഹൈൻഡും ആയിട്ടാണ് നിൽക്കുക. ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ താഴെയും വെർട്ടിക്കൽ പ്ലെയിൻ്റെ ഫ്രണ്ടിലും ആയിട്ടാണ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് അത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. തേർഡ് ക്വാഡ്രന്റിലാണ് ഒബ്ജക്റ്റ് നിൽക്കണമെന്ന് വിചാരിക്കുക. ഇവിടെയാണ് ഒബ്ജക്റ്റ് നിൽക്കുന്നതെങ്കിൽ നമ്മളത് എങ്ങനെ റെഫറൻസ് പ്ലെയിനെ വെച്ചുകൊണ്ട് അതിൻ്റെ പൊസിഷൻ പറയാം? ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ താഴെയും വെർട്ടിക്കൽ പ്ലെയിൻ്റെ ബാക്കിലും, അതായത് ബിഹൈൻഡിലും. സോ ദ ആൻസർ ഈസ് ബിഹൈൻഡ് VP ആൻഡ് ബിലോ HP. അതാണ് ഇതിൻ്റെ ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഔട്ടർ ലൈൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ആർ ഡ്രോൺ യൂസിങ് ഡാഷ് പെൻസിൽ. അപ്പം നമ്മൾ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് പെൻസിൽസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. HB, H, 2H, 3H എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പെൻസിലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ഓരോ പെൻസിലിനും ഓരോ ഉപയോഗമാണുള്ളത്. അപ്പം ഇതിൽ ചോദിച്ചിട്ടുള്ളത്
ഔട്ടർ ലൈൻ, ഒരു ഒബ്ജക്റ്റിന്റെ ഔട്ടർ ലൈൻ വരയ്ക്കാൻ വേണ്ടി ഈ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് പെൻസിലാണ് യൂസ് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ പെൻസിലും എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് HB. HB എന്ന് പറഞ്ഞാൽ H ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഹാർഡ്നെസ്സിനെയാണ്, ഇതിന്റെ കട്ടിയാണ്. B ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബ്ലാക്ക് എന്നാണ് അർത്ഥം, ബ്ലാക്ക്നെസ്. അപ്പോൾ HB എന്ന് പറഞ്ഞ പെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡയമെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡയമെൻഷൻ ലൈൻ അല്ല, ഡയമെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ബൗണ്ടറി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, HB എന്ന് പറഞ്ഞ പെൻസിൽ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത് H പെൻസിൽ. H പെൻസിൽ ഉപയോഗിക്കുന്നത് ഒബ്ജക്റ്റ് ലൈനുകൾ വരയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ലെറ്ററിങ്ങിന് വേണ്ടിയിട്ടുമാണ്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ചോദിച്ചിട്ടുള്ളത് ചോദ്യം ഒബ്ജക്റ്റിന്റെ ഔട്ടർ ലൈൻ ഏത് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നതാണ്. സോ അതിന്റെ ആൻസർ H പെൻസിലാണ്. ഓക്കെ, ഒബ്ജക്റ്റ് ലൈൻസും അതേപോലെ തന്നെ ലെറ്ററിങ് എഴുതാൻ വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് H പെൻസിലാണ്. ഇപ്പൊ H എന്ന് പറഞ്ഞാൽ എന്താണ്, കട്ടി ഉള്ള പെൻസിലാണ്. ഇതിന് ബ്ലാക്ക്നെസ് എന്തായിരിക്കും, കുറവായിരിക്കും. അടുത്ത പെൻസിൽ 2H പെൻസിലാണ്. അപ്പോൾ കുറച്ചുകൂടെ കട്ടി കൂടി ഇതിന്റെ കളർ കുറച്ചുകൂടെ കുറയും. അപ്പൊ 2H പെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡയമെൻഷൻ ലൈന്, നേരത്തെ ഡയമെൻഷനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് HB ആണെങ്കിൽ ഡയമെൻഷൻ ലൈൻസ് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് 2H പെൻസിലാണ്. അതേപോലെ തന്നെ സെൻട്രൽ ലൈൻ വരയ്ക്കാൻ, സെക്ഷൻ ലൈൻ വരയ്ക്കാൻ, ഹിഡൻ ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കാനൊക്കെ നമ്മൾ 2H പെൻസിലാണ് ഉപയോഗിക്കുന്നത്. ഇനി 3H പെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കൺസ്ട്രക്ഷൻ ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു ലൈനെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്ന ലൈനാണ് കൺസ്ട്രക്ഷൻ ലൈൻസ്. അപ്പോൾ കൺസ്ട്രക്ഷൻ ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് 3H പെൻസിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് വെച്ചും വേണമെങ്കിൽ നമ്മളോട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇവിടെ ഈ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഒരു ഒബ്ജക്റ്റിന്റെ ലൈൻസ് വരയ്ക്കാൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ ഔട്ടർ ലൈൻ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിൽ H പെൻസിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ എക്സെൻട്രിസിറ്റി ഓഫ് ഹൈപ്പർബോള ഈസ്, ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി എന്താണ് എന്നാണ്. അപ്പോൾ ഇവിടെ ലെസ്-1 1 >1 0 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സെൻട്രിസിറ്റി നമ്മൾ പഠിച്ചു നോക്കുക, സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. >1 വരുന്നത് എലിപ്സിനാണ്, എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി >1 ആണ്. 1 എക്സെൻട്രിസിറ്റി വരുന്നത് പരാബോളയാണ്, പരാബോളയ്ക്ക് 1 എക്സെൻട്രിസിറ്റി ഉണ്ടാവും. >1 ആണ് നമ്മുടെ ഹൈപ്പർബോളയ്ക്ക് വരുന്നത്. സോ ദ എക്സെൻട്രിസിറ്റി ഓഫ് ദ ഹൈപ്പർബോള ഈസ് >1. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ C ആണ്, >1. ഇനി 0 എക്സെൻട്രിസിറ്റി വരുന്ന കർവ് എന്ന് പറയുന്നത് സർക്കിൾ ആണ്. സർക്കിളിന് എക്സെൻട്രിസിറ്റി ഇല്ല. സോ ദ എക്സെൻട്രിസിറ്റി ഓഫ് സർക്കിൾ 0 ആണ്. അപ്പൊ ഇവിടെ ചോദ്യത്തിന്റെ ഉത്തരം എക്സെൻട്രിസിറ്റി ഓഫ് ഹൈപ്പർബോള ഈസ് >1. എത്രയാണെന്ന് ചോദിക്കില്ല, അത് ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ വരയ്ക്കുന്ന ഹൈപ്പർബോളയ്ക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എപ്പോഴും ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി എന്തായിരിക്കും, 1 കൂടുതലായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ഈ പോർഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.